ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ടീൻസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാവുന്ന നല്ലൊരു വഴുതനങ്ങ കൊണ്ടുള്ള മെഴുക്കുവരട്ടി ഉണ്ടാക്കാവേ. ഒരു 3 വഴുതനങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക്, ഒരു സവോള. പിന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ക്രഷ്ഡ് ചില്ലിയും എല്ലാം കൂടി ഇട്ടാൽ മതിയേ. ആദ്യം നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാവേ. ഇതുപോലെ നീളത്തിൽ ചെറിയ പീസായിട്ട് അങ്ങ് എടുക്കണം ആദ്യമേ. വഴുതനങ്ങയും കായും ഒക്കെ എപ്പോഴും നമ്മൾ അരിഞ്ഞതിന് ശേഷം വെള്ളത്തിലിടണേ. അതിനകത്തൊരു കറയുണ്ട്, ആ കറ അങ്ങ് പോയി കിട്ടാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ 3 പീസാക്കണം. പീസാക്കിയിട്ട് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കണേ. ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കറിയായത്. ഞാനിവിടെ ഒരു പാത്രത്തിനകത്ത് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക് വേണം നമ്മൾ വഴുതനങ്ങ അരിഞ്ഞിടാനേ. കായും എല്ലാം നമ്മൾ അങ്ങനെ തന്നെയല്ലേ, കായ, കൂർക്ക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇതുപോലെ വെള്ളത്തിലോട്ട് അരിഞ്ഞിടണം. അതിനകത്തൊരു കറയുണ്ട് ഇതിനകത്ത്. പിന്നെ അതിൻ്റെ കുരുക്കളൊക്കെ വേണമെങ്കിൽ കുറച്ചങ്ങ് നമ്മളതിങ്ങനെ വാഷ് ചെയ്യുമ്പോൾ അതങ്ങ് പൊയ്ക്കോളുവേ. വഴുതനങ്ങ കൊണ്ട് നമുക്ക് ഒരുപാട് ഡിഷസ് ഉണ്ടാക്കാവേ. ഇതുപോലെ നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. ഞാൻ ഈ വഴുതനങ്ങ നന്നായിട്ട് അരിഞ്ഞ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനി 1-2 പ്രാവശ്യം നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുക്കണം. അന്നേരത്തേന് ഇതിൻ്റെ ആ കറിയും അതിനകത്തുനിന്ന് കുറച്ച് കുരുക്കളും ഒക്കെ ഉണ്ട്, അതെല്ലാം അങ്ങ് പൊക്കോളുവേ. പിന്നെ നമ്മൾ ഈ സവോള ഇവിടെ ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു പച്ചമുളക് ഇതുപോലെ കീറിയും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ക്രഷ്ഡ് ചില്ലി കുക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ചേർത്താൽ മതിയേ. ഈ വഴുതനങ്ങ നന്നായിട്ട് വെള്ളത്തിൽ നിന്ന് കഴുകി ഞാൻ എടുത്തുകൊണ്ട് വരാവേ. നമ്മളൊരു പാൻ എടുത്ത് വെച്ചിട്ട് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കണം. നമ്മൾ വഴുതനങ്ങയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് ഇതുപോലെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് സവോള ഈ സൈഡിലേക്കൊന്ന് ഇട്ട് കൊടുക്കാവേ. സവോള ആ ഒരു പച്ചമുളക് നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കണം. സവോള 1 മിനിറ്റ് ഒന്ന് വഴറ്റണം ഇതുപോലെ. നമ്മുടെ ക്രഷ്ഡ് ചില്ലിയാണേ. ഇനി ഒരു സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണേ. ഉപ്പ് ആദ്യം കുറച്ച് ചേർത്താൽ മതി കേട്ടോ. അത് കഴിഞ്ഞ് വഴുതനങ്ങയൊക്കെ ഇട്ട് നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ഉപ്പ് ചേർത്താൽ മതി. ഉപ്പ് ഒരിക്കലും കറികൾക്ക് കൂടിപ്പോകരുത്, ആ കറിയുടെ എല്ലാ ടേസ്റ്റും മാറിപ്പോകും. അപ്പം ഇതൊന്ന് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വാഷ് ചെയ്ത് വെച്ചേക്കുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുക്കണം. ഇനി നന്നായിട്ട് ഈ എണ്ണയിൽ ഇങ്ങനെ കിടന്നൊന്ന് മൂത്ത് വരണേ. ഇതിനകത്ത് നമ്മൾ ഒട്ടും വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. പെട്ടെന്ന് കുക്കാകുന്ന ഒരു വെജിറ്റബിളാണ് വഴുതനങ്ങ. അതുകൊണ്ട് ഈ എണ്ണയിൽ കിടന്ന് തന്നെ ഇത് ഫ്രൈ ആയി വരും. ഒരു 2 മിനിറ്റ് നമ്മളിങ്ങനെ വഴറ്റി വെച്ചിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെക്കണേ. ഒരുപാട് ഫ്ലെയിം കൂട്ടിയല്ല ഞാൻ വെച്ചേക്കുന്നത്, ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചേക്കുന്നത്. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കോണേ. നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യാം. അടച്ച് വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പം തന്നെ ഇതെല്ലാം നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ് കൊണ്ട് നമുക്ക് വഴുതനങ്ങ മെഴുക്കുവരട്ടി ഉണ്ടാക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇപ്പോൾ ഈ നോയിമ്പിൻ്റെ സമയമൊക്കെ അല്ലേ, നമുക്ക് നല്ലപോലെ വെജിറ്റബിളൊക്കെ എല്ലാവരും കഴിക്കുന്ന സമയം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണിക്കുന്നത്. ഇതിൻ്റെ കൂടെ നല്ല ചുവന്ന ചമ്മന്തി ഉണ്ടല്ലോ, അതും ഒരച്ചാറും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോറുണ്ണാവുന്നതേ ഉള്ളേ നോയമ്പെടുക്കുന്നവർക്ക്. നോയമ്പൊക്കെ കഴിയുമ്പോൾ നമുക്ക് നല്ല മുളകരച്ച മീൻകറിയുടെ കൂടെയും ഒക്കെ ഇത് വളരെ നന്നായിട്ട് പോവേ. എപ്പോഴും മെഴുക്കുവരട്ടികളൊക്കെ നല്ല ചമ്മന്തി, പച്ചമോര്,
ആ ഒരു കോമ്പിനേഷൻ വളരെ നല്ലതാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാവുന്ന ഒരു ചമ്മന്തിയും കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് കാണിച്ചേക്കാവേ. വറ്റൽമുളക് കൊണ്ടുള്ള ചമ്മന്തിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ്. ഇനിയിപ്പോൾ മാങ്ങയുടെയൊക്കെ സീസൺ തുടങ്ങുകയല്ലേ. പച്ചമാങ്ങ ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ മാങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് മാങ്ങ വെച്ച് ചമ്മന്തി ഉണ്ടാക്കിയാൽ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. മാങ്ങ ഇല്ലെങ്കിൽ നമ്മുടെ സാമ്പാർ പുളിയില്ലേ, അത് കുറച്ച് ചേർക്കാം, അല്ലെ നെല്ലിക്ക ചേർക്കാം. അങ്ങനെ പല ടൈപ്പ് ചമ്മന്തി നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. ഇനി ഇത് അടച്ചു വെക്കണമെന്നില്ല. ഏതാണ്ടൊക്കെ ഒന്ന് കുക്കായി ഇനി ഈ എണ്ണയിൽ കിടന്നൊന്ന് ഫ്രൈ ആയാൽ മതിയെ. പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു വെജിറ്റബിളാണ് വഴുതനങ്ങ. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാം. എന്ത് ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്ന് നിങ്ങൾ കണ്ടതല്ലേ. ആ വഴുതനങ്ങ ഒന്ന് അരിഞ്ഞെടുക്കുന്ന ഒരു താമസമേ ഉള്ളൂ. കറിവേപ്പില ഇട്ട് കൊടുക്കാതെ. ഇപ്പം ഇത് ആവശ്യത്തിനുള്ള എരിവേ ഉള്ളൂ കേട്ടോ. ഒരു പച്ചമുളക്, ഒരു 3 വഴുതനങ്ങയ്ക്ക് ഒരു പച്ചമുളകും ഒരു 3-4 വറ്റൽമുളകും ഉണ്ടല്ലോ, അത് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ് ഫ്രഷായിട്ട്. ഇപ്പം ആവശ്യത്തിനുള്ള എരിവുണ്ട്, ഒരുപാട് എരിവ് കൂടുതലൊന്നുമില്ല. നമ്മുടെ വഴുതനങ്ങ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡിയായി കേട്ടോ. ഇത്രയും കുക്കിംഗ് ടൈമേ ഉള്ളൂ ഇതിന്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിയാൽ മതിയെ. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുക. ഒരുപാട് എണ്ണയും ഞാൻ ചേർത്തിട്ടില്ല, 1 ടേബിൾ സ്പൂൺ എണ്ണയെ ഒഴിച്ചിട്ടുള്ളേ. ഒത്തിരി എണ്ണയില്ല, പക്ഷേ അത് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരുന്നുണ്ടോ. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് ഒട്ടും വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല. 1 സ്പൂൺ എണ്ണയിലാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് ഓയിൽ നമ്മുടെ ശരീരത്തിൽ ചെല്ലുമെന്നൊന്നും പേടിക്കണ്ട. ഇത് വളരെ പെട്ടെന്ന് കുക്ക് ചെയ്യാവുന്ന ഒരു വെജിറ്റബിളാണ്. അപ്പോൾ ഇത് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെ എല്ലാം പോകും. ഇപ്പം നോയമ്പ് കാലമല്ലേ, നമുക്ക് എല്ലാവർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ ഒരു ചുവന്ന ചമ്മന്തി, വറ്റൽമുളക് വെച്ചിട്ടുള്ള ഒരു ചമ്മന്തിയും കൂടെ ഞാൻ കാണിക്കാം. അപ്പോൾ ഈ മെഴുക്ക് പുരട്ടിയുടെ കൂടെ എപ്പോഴും ചേർന്ന് പോകുന്ന ഒരു കോമ്പിനേഷനാണ് നല്ല ചമ്മന്തി, പച്ചമോര്. അങ്ങനെ നോയമ്പിൻ്റെ സമയമുണ്ട് കേട്ടോ. അല്ല നമുക്ക് ഫിഷ് കറിയൊക്കെ ഉപയോഗിക്കാവുന്ന സമയമാണെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ മുളകരച്ച ഫിഷ് കറിയൊക്കെ നന്നായിട്ട് ചേർന്ന് പോകും കേട്ടോ. അപ്പോൾ ഒരു ചമ്മന്തിയും കൂടെ ഞാൻ ഇതിനകത്ത് കാണിക്കാം. എന്തായാലും ഈ വഴുതനങ്ങ മെഴുക്ക് പുരട്ടി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. വഴുതനങ്ങ മെഴുക്ക് പുരട്ടിയുടെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന വറ്റൽമുളക് ചുട്ടരച്ച ഒരു ചമ്മന്തിയും കൂടെ ഞാൻ കാണിക്കാവേ. അതിലേക്ക് ആവശ്യമായിട്ട് 1 കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ചുവന്നുള്ളി, ഒരു 5-6 കഷ്ണം ചുവന്നുള്ളി ഉണ്ട്. പിന്നെ ഞാൻ കുറച്ച് സാമ്പാർ പുളിയില്ലേ, ഇത്രയും മതി. സാമ്പാർ പുളിക്കകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചേക്കണേ. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അതൊന്ന് കുതിരാനായിട്ട് ഈ പുളിവെള്ളം ഒഴിച്ചാൽ നമ്മൾ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ആ പുളി ഇതിനകത്ത് ഈ വെള്ളത്തിലോട്ട് ഇറങ്ങും. അപ്പം നമ്മൾ ആവശ്യത്തിന് ആ പുളിവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. പിന്നെ വേണ്ടത് വറ്റൽമുളക്, 4 വറ്റൽമുളക് എടുത്തിട്ടുള്ളൂ. കാരണം ഇത് നമ്മളൊരു ചെറിയൊരു കപ്പിന് 1 കപ്പ് തേങ്ങയേ ഉള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണേ. ഈ വറ്റൽമുളക് ഉണ്ടല്ലോ, ഇതിനൊരു ചെറിയൊരു കുത്തലുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാവോ, ഇത് ഗ്യാസിൻ്റെ ആ ബർണറിൽ വെച്ച് നമ്മളൊന്ന് ചൂടാക്കി എടുക്കും. ഞാൻ കാണിക്കാവേ. സിമ്മിലായിരിക്കണേ. എന്നിട്ട് ഈ തണ്ടില്ലേ, ഈ തണ്ടിൽ നമ്മൾ പിടിച്ചിട്ട് ഇതിൻ്റെ മേളിലൊന്ന് കാണിക്കുമ്പോൾ തന്നെ അതിങ്ങനെ ഒന്ന് വീർത്ത് വരും. കണ്ടോ? ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചെടുത്താൽ മതി. അപ്പോൾ ആ ഒരു പച്ച ചൊവയൊക്കെ അങ്ങ് മാറി കിട്ടും. ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെ ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അതങ്ങ് മാറും. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കുക. ഈ മുളക്, ഈ വറ്റൽമുളക് ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കിതിൻ്റെ തണ്ട് കളഞ്ഞിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി. 4 മുളക് മതി കേട്ടോ. നമ്മൾ ഒരുപാട് അങ്ങ് എരിവ് അല്ലെങ്കിൽ ആയിപ്പോവും. ഈ പുളി ഉണ്ടല്ലോ, നന്നായിട്ട് കൈ കൊണ്ട് അങ്ങ് ഞെരടണം. നല്ലപോലെ ഞെരടി ആ പുളി ഇതിനകത്ത് ഇറങ്ങണേ. ഇതിലേക്ക് ഇങ്ങനെ അരിച്ചങ്ങ് എടുക്കണം. അപ്പം നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിനുള്ള പുളിവെള്ളമായിട്ടുണ്ട്. ഇനി ഇത് അരച്ചങ്ങെടുത്താൽ മതി. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, വഴുതനങ്ങ മെഴുക്ക് പുരട്ടിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വറ്റൽമുളകൊക്കെ ചുട്ടരച്ച് ഒരു ചുവന്ന ചമ്മന്തി കാണിക്കാമെന്ന് പറഞ്ഞില്ലേ. ഇത് വറ്റൽമുളക് ചുട്ടരച്ച് തേങ്ങയായിട്ട് ചേർത്ത് അരച്ചെടുക്കുന്നതാണ്. പയറ്, വഴുതനങ്ങ, കൂർക്ക, പൊട്ടറ്റോ
അങ്ങനെ എല്ലാ മെഴുക്കുവരട്ടിയുടെയും കൂടെ വളരെ ഭംഗിയായിട്ട് ചേർന്ന് പോകുന്ന ഒരു ചമ്മന്തി കേട്ടോ, എല്ലാ മെഴുക്കുവരട്ടികളും കൂടെ. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.